ഷിരൂരിൽ തെരച്ചിലിപ്പോൾ പുരോഗമിക്കുകയാണ്. ഷിരൂരിലെ വിവരങ്ങളുടെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രതിനിധി മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട്. കരസേന ഷിരൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഡീപ് ഡൈവിങ്ങിന് വേണ്ടി ഇന്നും നാവികസേനാംഗങ്ങൾ ശ്രമിക്കും. അവർ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് മുബഷീറിനോട് ചോദിക്കാം. മുബഷീർ, ഇപ്പോൾ എന്താണ് കാലാവസ്ഥ? കരസേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. നാവികസേന പുഴയിൽ ഇറങ്ങിയോ? ഡീപ് ഡൈവിങ്ങിനുള്ള തെരച്ചിലിനുള്ള ഒരു സാധ്യത അവർ തിരയുന്നുണ്ടോ? എന്താണ് നമുക്ക് ഷിരൂരിൽ നിന്ന് കൊടുക്കാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ മുബഷീർ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കോള മേഖലയിലാണ്. ഇപ്പോൾ ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴയൊക്കെ തന്നെ മാറി നിൽക്കുന്നുണ്ട്. രാവിലെ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും തെളിഞ്ഞ കാലാവസ്ഥയാണ്. സ്വാഭാവികമായും രക്ഷാദൗത്യത്തിന് അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് ഷിരൂരിലുള്ളത് നമ്മൾ പ്രത്യേകം പറയേണ്ടത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാദൗത്യത്തിൻ്റെ 12ാമത്തെ ദിവസത്തിൽ കഴിഞ്ഞ ദിവസം ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് ഇന്നും നടത്താൻ പോകുന്നത്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് അല്പസമയം മുമ്പ് കരസേന ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ രക്ഷാദൗത്യത്തിന് വേണ്ടി ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നാവികസേന ആ ഒരു മേഖലയിൽ ഉണ്ടെങ്കിലും പരിശോധന ആരംഭിച്ചിട്ടില്ല. ശക്തമായ കുത്തൊഴുക്ക്, പുഴയ്ക്ക് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇന്നും രക്ഷാദൗത്യം ആ നിലയിൽ പുഴയിൽ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഈ ഗോവയിൽ നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം സംവിധാനം ഉപയോഗിച്ച് ഇന്ന് പുഴയിൽ ഇറങ്ങാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ രക്ഷാദൗത്യം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുകൂലമാകുന്ന രീതിയിൽ തന്നെ രക്ഷാദൗത്യം നമുക്കിന്ന് നടത്താൻ കഴിയുമെന്ന് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു, കുത്തൊഴുക്കുണ്ടായിരുന്നു. പുഴയിലൊക്കെ തന്നെ വെള്ളം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മഴയും ശക്തമായ കാറ്റും മാറി നിൽക്കുമ്പോൾ തീരത്ത് ഇത്തരത്തിൽ കരസേനയ്ക്ക് തിരച്ചിൽ നടത്താൻ സാധിക്കും. ആ മേഖലയിൽ നിലവിൽ തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുഴയിൽ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ പരിശോധനയ്ക്ക് തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. നാവികസേന ആ ഒരു മേഖലയിൽ പരിശോധന തുടരുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ വെള്ളത്തിൽ അടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. കരസേനയുടെ തിരച്ചിൽ ഒരു ഭാഗത്ത് വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇവിടെയുണ്ട്. നമുക്കറിയാം, കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രി സംഘം ഈ ഓക്കെ, ഇപ്പോൾ നമ്മളോടൊപ്പം മുബഷിർ പി അക്ബറാണ് ചേർന്നുകൊണ്ടിരുന്നത്. ഡീപ്പ് ഡൈവിങ്ങിന് ഇന്നും നാവികസേന ശ്രമിക്കും. നമുക്കതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കും. മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും അടക്കമുള്ള മന്ത്രിസ്ഥല സംഘം അവിടെയുണ്ട്. MLA മാർ അവിടെയുണ്ട്. സച്ചിൻ ദേവും മഞ്ചേശ്വരം MLA എ കെ അഷ്റഫും തിരുവമ്പാടി MLA ലിൻഡോയും നമുക്കൊപ്പം ഈ ഷിരൂരിൽ തന്നെ തുടരുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ദീപക് മലയമ്മ, മുബഷിർ പി അക്ബീർ, ഒപ്പം തന്നെ അക്ബർ, അർജുൻ കല്യാട് തുടങ്ങിയവർ തത്സമയ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുകയും ചെയ്യും. ഇന്നും നമ്മൾ ഷിരൂരിലെ വാർത്തയിൽ തന്നെ പ്രധാനമായും ഉറച്ചു നിൽക്കും. അതോടൊപ്പം മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമ്മുടെ കണ്ണു നയിക്കേണ്ട സമയമാണ്. ഡീപ്പ് ഡൈവിങ്ങിന് ശ്രമിക്കും. ഏറ്റവും അനുകൂലമായ ഒരു വാർത്തയുള്ളത് കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ കാര്യമായ മഴ പെയ്തിട്ടില്ല എന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഡീപ്പ് ഡൈവിങ്ങിന് നമ്മളുടെ നാവികസേനാംഗങ്ങൾക്ക് സാധിക്കും. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നേരത്തെ ഒരു സുഹൃത്ത് എന്നോട് മെസ്സേജ് അയച്ചത് പോണ്ടൂൺസ് എന്ന് പറയേണ്ട പകരം ബാർജ് എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും കുറച്ചുകൂടി ചേരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ നമ്മൾ ബ്രീഫ് ചെയ്തപ്പോൾ പോണ്ടൂൺസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പോണ്ടൂൺസ് എന്ന് പറയുന്നത്. ബാർജാണ് എന്നാണ് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് തൽക്കാലം നമ്മൾ ഔദ്യോഗിക വേർഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാം. പോണ്ടൂൺസ് എന്ന് തന്നെ പറയാം. നമ്മളോടൊപ്പം മുബഷീർ തുടരുന്നുണ്ട്. മുബഷീർ, ഞാൻ ചോദിച്ചത് കാലാവസ്ഥ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മഴ പെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഇന്നിപ്പോൾ ഏകദേശം എത്ര സമയത്തിനുള്ളിലായിരിക്കും ഈ പോണ്ടൂൺ കൊണ്ടുവരിക? അത് പുഴയിൽ ഇടണം. അതിനുശേഷം അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മെഷീനുകൾക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നൊരു പരിമിതിയാണ്. അവിടെ ഈ സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം അത് മാത്രമല്ലേ താൽക്കാലികമായി ഇപ്പോൾ അറേഞ്ച് ചെയ്യാൻ സാധിക്കൂ? തീർച്ചയായും അരുൺകുമാർ, ഇപ്പോൾ ആ ഒരു ഷിരൂർ മേഖലയിൽ നിന്നും മന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷേ ആ ഒരു ഉന്നതതല യോഗത്തിന് ശേഷം വിശദമായൊരു പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും അവർ ആ ഒരു മേഖലയിലെത്താനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൈവിങ്ങുമായി ബന്ധപ്പെട്ട് കുത്തൊഴുക്കിനെ മറികടന്നുകൊണ്ടുള്ള രക്ഷാദൗത്യം അവിടെ നടത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഗോവയിൽ നിന്നും പ്രത്യേക ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിരുന്നെങ്കിലും പുഴയുടെ ഒഴുക്ക് കുറയുമെന്ന പ്രതീക്ഷ രക്ഷാദൗത്യത്തിനുണ്ടായിരുന്നു. എന്നാൽ അതിന് കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് പുലർച്ചയോടെ എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിവിടെ എത്തിച്ചേർന്നിട്ടില്ല. കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമാണെങ്കിലും ആ ഒരു സംവിധാനം കൂടി എത്തിച്ചേർന്നാൽ മാത്രമേ ഈ നിലയിലുള്ള രക്ഷാദൗത്യം ആരംഭിക്കാൻ സാധിക്കൂ. അത് പുഴയുടെ ഒരു
ഒരു ഭാഗത്ത് ഈ മൺതിട്ടയോട് ചേർന്ന ഭാഗത്താണ് സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ മേഖലയിൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെയായിരിക്കും സ്കൂബ ടീം ഡൈവിംഗ് സംഘം ഇറങ്ങുക എന്നുള്ളതാണ്. ആ ഒരു മേഖലയിലേക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം സ്ഥാപിച്ച കയറുകളോട് പിടിച്ചു ചേർന്നുകൊണ്ടാണ് പുഴയുടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുക എന്നാണ് SP ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അത് വലിയ സഹായകരമാകും. നിലവിലെ സാഹചര്യത്തിൽ കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമായി നിൽക്കുമ്പോൾ മഴയില്ലെങ്കിൽ ആ നിലയിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ ഊർജിതമായ തിരച്ചിലായിരുന്നു. 30 അടി താഴ്ചയോളം ട്രക്കിൻ്റെ ഒരു ഭാഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ ശക്തമായ അടിയൊഴുക്കുള്ളതുകൊണ്ട് പരിശീലനം ലഭിച്ച മുങ്ങൽ വിദഗ്ധർക്ക് പോലും പുഴയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായൊരു സംവിധാനം എത്തുന്നതോടെ അതിന് സാധിക്കുമെന്നുള്ളതാണ് രക്ഷാദൗത്യമൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ്. കാലാവസ്ഥ മാറി നിൽക്കുന്നത് അനുകൂലമായൊരു സാഹചര്യം പോസിറ്റീവായുള്ളൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഉച്ച മുതൽ ശാന്തമായൊരു കാലാവസ്ഥയാണ് ശിരൂരിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം ആ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ജില്ലാ ഭരണകൂടത്തിനുമുണ്ട്. എന്തായാലും കരസേനയുടെ തിരച്ചിൽ ഒരു ഭാഗത്ത് വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. ലക്ഷ്മണന്റെ ചായക്കട ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ അവിടെ നിന്നും മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും ഊന്നൽ നൽകുക എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസും അത് വ്യക്തമാക്കിയിരുന്നു. അവിടെ നിന്നും നിർണായക സിഗ്നൽ ലഭിച്ചാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയായി നിൽക്കുന്നത് ശക്തമായ മണ്ണിടിച്ചിലിൽ പലതരത്തിലുള്ള അവശിഷ്ടങ്ങളും ഈ മൺതിട്ടയോട് ചേർന്ന ഭാഗത്തു നിന്നും ഒലിച്ചു വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ തന്നെ ഈ തിരച്ചിലിന് പ്രതികൂലമായിട്ടുള്ളൊരു കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവയൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരച്ചിൽ കരസേനയുടേത് ആരംഭിച്ചിട്ടുണ്ട്. നാവികസേനയുടെയും ആ നിലയിലുള്ള തിരച്ചിൽ അല്പസമയത്തിനുള്ള ആ ഒരു മേഖലയിൽ തുടങ്ങും. അരുൺകുമാർ. ഓക്കെ, മുബഷിർ പി അക്ബറാണ് കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കിയത്. ഇനി അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരും, ദീപക് മലയമ്മ ചേരും. സംഭവ സ്ഥലത്ത് നിന്നും നാവികസേന സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി, ഡീപ്പ് ഡൈവിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അല്പസമയത്തിന് മുമ്പ് മന്ത്രിമാരുടെ തലത്തിലുള്ള ഒരു ബ്രീഫിംഗും ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം തലസ്ഥലത്ത് തന്നെ തുടരുന്നു. റിപ്പോർട്ടുകൾ ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് നമ്മൾ 180 മണിക്കൂർ എത്തിച്ചുകൊണ്ടിരുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോയി. ചില പ്രേക്ഷകർ ചില മെസ്സേജുകൾ അയച്ചിരുന്നുണ്ട്. ചില ആളുകളൊക്കെ നിങ്ങളെക്കുറിച്ച് ഇന്നലെ വരെ വിമർശനം പറഞ്ഞു, അവരൊക്കെ നിശബ്ദമായി എന്ന് പറയുന്നുണ്ട്. നിശബ്ദമാകുമല്ലോ. ഒരു നാടിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ഇത്തരം സാമൂഹ്യദ്രോഹികളുടെ വിവരക്കേടിനൊന്നും മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. ചിലർ നിരീക്ഷകരായി അവതരിക്കും, മറ്റു ചിലർ ഓൺലൈനിൽ നിന്ന് വിളിച്ചു പറയും. ഈ നാട് മുന്നോട്ട് പോകുന്നതിന് ട്രക്ക് ഡ്രൈവർമാരടക്കമുള്ളവരുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ, അവരുടെ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഈ മനുഷ്യരൊക്കെ അടിസ്ഥാന വർഗ്ഗങ്ങളും സാധാരണക്കാരായ മനുഷ്യരും ഒന്ന് രക്ഷപ്പെടരുതെന്ന് ആഗ്രഹമുള്ള മനുഷ്യരാണ്. ഇങ്ങനെ കയറിയിരുന്ന് നമ്മളെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ കുറച്ച് റേറ്റിംഗ് കിട്ടും എന്നതാണ് ആഗ്രഹമെങ്കിൽ അവരൊക്കെ ജീവിച്ചു പോട്ടെന്നേ പറയാൻ സാധിക്കൂ. സാമൂഹ്യദ്രോഹികളെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന മനുഷ്യരാണ്. ഇതേപോലൊരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട്, ഒരു കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ ഇരുന്ന് അടച്ചാക്ഷേപിക്കാനും ആ കുടുംബത്തിനെതിരെ ട്രോൾ ചെയ്യാനും ആ കുടുംബത്തിനെ തകർക്കാനും ഒക്കെ ശ്രമിക്കുന്ന സാമൂഹ്യദ്രോഹികളുണ്ടല്ലോ, അവരെ നമ്മളങ്ങ് വിട്ടേക്കുക. അതേ ഉള്ളൂ. അത് അവരവരുടെ പൊക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾ പറയുക. അത്തരം പ്രതികരണങ്ങൾ കൊണ്ടൊന്നും തകർന്നു പോകുന്നതല്ല കേരളത്തിൻ്റെ മനസ്സ് എന്നുള്ളതാണ്. പക്ഷേ കേരളം അവരെയൊക്കെ തിരിച്ചറിഞ്ഞു എന്നതിൽ വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, അതും കൂടി ഒന്ന്